Hi students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കേരള സിലബസിലെ ബയോളജിയുടെ ആദ്യ പാഠമായ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ എന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്പോൾ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. വളരെ നല്ലൊരു ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് മിടുക്കരായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് കരുതുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The bell rang. It is the biology period now. Manu, the class leader, peeped out to the veranda and said, "Teacher is coming. She has something in her hand too." അപ്പോൾ ബയോളജി പീരീഡാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ലാസ് ടീച്ചർ വരുന്നുണ്ട് എന്ന് ക്ലാസ് ലീഡറായ മനു കുട്ടികളോട് പറഞ്ഞു. ടീച്ചറിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നു കൂടി മനു കൂട്ടിച്ചേർത്തു. ഇറ്റ് ഈസ് ഹെർ യൂഷ്വൽ വേ. ടീച്ചറിൻ്റെ സാധാരണ പതിവ് ഇത് തന്നെയാണ്. ഷീ ഓൾവേസ് ക്യാരീസ് സം മെറ്റീരിയൽസ് ഇൻ ഹെർ ഹാൻഡ്. എപ്പോഴും ടീച്ചറെ കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. വാട്ട് ഈസ് ഷീ ബ്രിങ് ടുഡേ? ഇന്ന് എന്താണ് ടീച്ചർ കയ്യിൽ കരുതിയിരിക്കുന്നത്? എവ്രി വൺ ബിക്കെയിം ആങ്ഷ്യസ്. എല്ലാവരും ആകാംക്ഷഭരിതരായിട്ടിരിക്കുകയാണ്. വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്, രഹന സെഡ് ഇൻ എ ലൗഡ് വോയിസ്, ഐ നോ ഇറ്റ്, ഇസ്ൻറ്റ് എ മൈക്രോസ്കോപ്പ്? അപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയപ്പോഴേക്ക് രഹന ഒരു വലിയ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്കിതറിയാം, ഇത് മൈക്രോസ്കോപ്പാണ്. ആൻഡ് വാട്ട് ഈസ് ഇൻ യുവർ അതർ ഹാൻഡ് മാഡം? അപ്പോൾ ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറെ ടീച്ചറിൻ്റെ മറ്റേ കയ്യിൽ എന്താണ്? ഐ വിൽ ടെൽ യു. ടീച്ചർ പറഞ്ഞു, ഞാൻ പറയാം. ദ ടീച്ചർ പ്ലേസ്ഡ് ദ മൈക്രോസ്കോപ്പ് ഓൺ ദ ടേബിൾ ആൻഡ് ഗേവ് ദ അതർ മെറ്റീരിയൽസ് ടു മീനു. ടീച്ചർ മൈക്രോസ്കോപ്പ് ഒരു ടേബിളിൽ വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന മറ്റ് സാധനം മീനുവിൻ്റെ കയ്യിൽ കൊടുത്തു. മാഡം, ഇസ്ൻറ്റ് ദ റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ? ടീച്ചർ, ഇത് ഒരു വാഴയുടെ നാരാണോ? റൂട്ട് ഓഫ് പ്ലാന്റെയിൻ എന്ന് വെച്ചാൽ വാഴനാരെന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു വാഴയുടെ നാരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെൽ, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? നിങ്ങൾക്കറിയുമോ, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്. ലെറ്റ്സ് ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ത്രൂ ദിസ് മൈക്രോസ്കോപ്പ്. നമുക്ക് ഈ വാഴയുടെ നാര് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഡോണ്ട് യു റിമെമ്പർ ഹാവിങ് ഒബ്സർവ്ഡ് ഒണിയൻ സെൽസ്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒണിയൻ സെൽസിൻ്റെ ഒബ്സർവ് ചെയ്തത്? Similarly, arrangement should be made to observe the cells in the root of plantain. അതേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ മതി ഈ വാഴയുടെ നാര് ഒബ്സർവ് ചെയ്യാനെന്നും ടീച്ചർ പറഞ്ഞു. ഓൾ റിക്വയർഡ് മെറ്റീരിയൽസ് ആർ ദെയർ ഇൻ ദിസ് ബോക്സ്. അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഈ ബോക്സിലുണ്ട് എന്ന് ടീച്ചർ കൂട്ടിച്ചേർത്തു. ഹൂ വിൽ ഡു ദിസ്? ഇത് ആര് ചെയ്യും? ഐ വിൽ ഡു മാം. ഇത് ഞാൻ ചെയ്യാം മാഡം. മനു കം ഫോർവേഡ് എൻതൂസിയാസ്റ്റിക്കലി. അവൻ വലിയ താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വന്നു പറഞ്ഞു. ഹി ടുക്ക് ദ സെക്ഷൻ ഓഫ് ദ റൂട്ട് യൂസിങ് എ ബ്ലേഡ്, പ്ലേസ്ഡ് ഇറ്റ് ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ്ഡ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. മനു വന്നിട്ട് ഈ റൂട്ടിൻ്റെ സെക്ഷൻ ബ്ലേഡ് ഉപയോഗിച്ചെടുത്തു. സെക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല തിന്നായിട്ടുള്ള നേർത്ത സെക്ഷൻസ് എടുത്തു. എന്നിട്ടൊരു സ്ലൈഡിൽ, മൈക്രോസ്കോപ്പിൻ്റെ സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ തുടങ്ങി. ഫീലിംഗ് ഡിസപ്പോയിൻറ്റഡ്, ഹി സെഡ്. വളരെ നിരാശനായിട്ട് മനു പറഞ്ഞു, നോ ടീച്ചർ, നത്തിങ് ഈസ് വിസിബിൾ. ഇല്ല ടീച്ചറെ, ഒന്നും കാണുന്നില്ല. വൈ വെയർ മനൂസ് അറ്റംപ്റ്റ്സ് ഫെയിലിയർ? എന്തുകൊണ്ടായിരിക്കും മനുവിൻ്റെ ആ ശ്രമം പരാജയപ്പെട്ടത്? ക്യാൻ യു ഹെൽപ്പ് ഹിം? നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ? For this, you must know how to operate a microscope and to prepare materials for observation.
നമുക്ക് അപ്പോൾ എന്തറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ശരിയായ രീതിയിൽ മൈക്രോസ്കോപ്പ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുമെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ലെറ്റ്സ് ഫെമിലിയറൈസ് അവർസെൽസ് വിത്ത് ദ മൈക്രോസ്കോപ്പ്. അതുകൊണ്ട് നമുക്കിനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒബ്സർവ് ദ മൈക്രോസ്കോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് പാർട്സ് ആൻഡ് ദെയർ യൂസ്. ടീച്ചറിൻ്റെ സഹായത്തോടുകൂടി ഒരു മൈക്രോസ്കോപ്പ് ഒബ്സർവ് ചെയ്തിട്ട് അതിലെ ഓരോ ഭാഗങ്ങളും അവയുടെ യൂസും മനസ്സിലാക്കാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗറാണ്. കുറേ പാർട്സ് നമുക്ക് ഡോട്ട്സിൽ തന്നിട്ടുണ്ട്. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ എന്നിങ്ങനെയുള്ള പാർട്സുകൾ തന്നിട്ടുണ്ട്. ഫിഗറിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യൂസും നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളും അവയുടെ യൂസും നോക്കാം. ആ യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് എഴുതാൻ പറ്റൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും അവയുടെ യൂസുമാണ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും അതിൻ്റെ യൂസും നോക്കാം. ഫസ്റ്റ് ഏതാണ്? ഐ പീസ്. ഐ പീസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ ഐ പീസ്, ദ ഇമേജ് ഈസ് ബ്രോട്ട് ടു ദ ഫോക്കസ് ഓഫ് ദി ഐ. അതായത് വസ്തുവിനെ ഐ പീസിലൂടെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ ഐ പീസ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ബുക്ക് കൂടെ കയ്യിൽ കരുതിയാൽ ഈ പറയുമ്പോൾ ഐ പീസിൻ്റെ യൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ ഐ പീസ്. വസ്തുവിനെ ഐ പീസിലൂടെ നിരീക്ഷിക്കുന്നു. The image is brought to the focus of the eye. വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ ഐ പീസിലൂടെയാണ് നിരീക്ഷിക്കുന്നത്. ആ വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് നോബ്സ്. നോബ്സിൻ്റെ യൂസ് നോക്കാം. Adjust the distance between eyepiece and object and focus to the object. Adjust the distance between eyepiece and object and focus to the object. ഐപീസും വസ്തുവും തമ്മിലുള്ള അകലം ക്രമീകരിച്ച് വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ എന്താണ് നോബ്സിൻ്റെ യൂസ്? അഡ്ജസ്റ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റ്. ഐ പീസും വസ്തുവും തമ്മിലുള്ള അകലം ക്രമീകരിച്ച് വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് നോബ്സുകൾ തിരിച്ചാണ്, അത് ടേൺ ചെയ്താണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ലൈറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദി ഒബ്ജക്റ്റ്. വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിച്ച്, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച്, വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നിഫൈഡ് ഇമേജ്. വലിയ എന്ന് അർത്ഥം വരുന്ന ഒരു വേർഡാണ് മാഗ്നിഫൈഡ്. ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നിഫൈഡ് ഇമേജ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ യൂസ് ഒന്നുകൂടെ പറയാം. ലൈറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ഒബ്ജക്റ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നിഫൈഡ് ഇമേജ്. വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിച്ചിട്ട് വലിയ പ്രതിബിംബമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് ഏതാണ്? സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. The object is placed on the stage and fixed by the clip. ഒബ്ജക്റ്റ്, നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ നമ്മൾ സ്റ്റേജിലാണ് വെക്കുന്നത്. സ്റ്റേജിൽ വെക്കുകയും ക്ലിപ്പ് കൊണ്ട് ഉറപ്പിച്ചു വെക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഫിക്സ്ഡ് ബൈ ദ ക്ലിപ്പ്. നെക്സ്റ്റ് ഏതാണ്? കണ്ടൻസർ. The lens of the condenser concentrates light rays towards the object. കണ്ടൻസറിൽ കാണപ്പെടുന്ന ലെൻസ് ഉണ്ട്. അത് കണ്ടൻസറിൽ കാണപ്പെടുന്ന ഈ ലെൻസ്
ലൈറ്റ് റേസിനെ, പ്രകാശരശ്മികളെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ കണ്ടൻസറിൻ്റെ യൂസ് എന്താണ്? കണ്ടൻസറിലുള്ള ലെൻസ് ലൈറ്റ് റേസിനെ ഒബ്ജക്റ്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് മിറർ. ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ്. മിററിൻ്റെ യൂസ് എന്താണ്? പ്രകാശത്തെ വസ്തുവിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് മിറർ വഴിയാണ്. ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ്. പ്രകാശത്തെ വസ്തുവിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടുകളായ ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ എന്നിവയുടെ യൂസും മൈക്രോസ്കോപ്പിൽ അവയുടെ സ്ഥാനങ്ങളും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നോട്ടൊന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കാം. നെക്സ്റ്റ് പേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫങ്ഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. ഇപ്പം നമ്മൾ പഠിച്ചു മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ട്സിനെ വലുതായി കാണിക്കാനാണ്. മാഗ്നിഫൈഡ് ഒബ്ജക്റ്റിനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയുന്നത്. ലെൻസസ് ആർ ഫിക്സ്ഡ് ഇൻ ദ മൈക്രോസ്കോപ്പ് ഫോർ ദിസ് പർപ്പസ്. ഇതിനു വേണ്ടി ഈ വലുതായി മാഗ്നിഫൈഡ് ഇമേജ് കാണിക്കുന്നത് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ലെൻസുകളാണ്. നെയിം ദ പാർട്സ് വെയർ ലെൻസസ് ആർ ഫിക്സ്ഡ്. മൈക്രോസ്കോപ്പിൽ ഏതൊക്കെ പാർട്ടുകളിലാണ് ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ പാർട്ടായിരുന്നു നമ്മൾ പഠിച്ചപ്പോൾ ലെൻസുകൾ ഘടിപ്പിച്ചിരുന്നത്? ഒന്ന് നോക്കിയേ, ഏതൊക്കെ പാർട്ടുകളായിരുന്നു? ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. ഐ പീസിൽ ലെൻസ് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് ലെൻസിൽ ലെൻസ് ഉണ്ട്, പിന്നെ കണ്ടൻസറിലും നമ്മൾ ലെൻസ് പഠിച്ചു. അപ്പോൾ ഏതൊക്കെ പാർട്സിലാണ് ലെൻസുകൾ കാണപ്പെടുന്നത്? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ എന്നിവയിലാണ് നമുക്ക് ലെൻസ് കാണപ്പെടുന്നത്. ഓക്കെ, അത്രയും കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് more than one lens is used are called compound microscope. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ അറിയപ്പെടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ്. അണ്ടർലൈൻ ചെയ്യുക. മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഫിഗർ 1.1 നമ്മൾ കണ്ടതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. Analyze the given description on the basis of indicators and note down your inferences in the science diary. നെക്സ്റ്റ് പോർഷൻ ആ ബോക്സിൽ നൽകിയിരിക്കുന്നത് നമുക്ക് പഠിക്കണം. അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തെ പറ്റിയാണ് നെക്സ്റ്റ് പോർഷൻ പറയുന്നത്. In the microscope, the part fixed below the stage is to reflect light on the material to be observed. സ്റ്റേജിനു താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ളതാണ്. എന്താ പറഞ്ഞത്? സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷിക്കുന്ന വസ്തുവിലേക്ക്, നമ്മൾ ഏത് വസ്തുവിനെയാണോ ഒബ്സർവ് ചെയ്യാൻ എടുത്തത് ആ മെറ്റീരിയലിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ളതാണ്. ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് 2 പ്ലെയിൻസ്. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 പ്ലെയിൻസുകൾ, 2 മിറേഴ്സുകൾ അല്ലെങ്കിൽ തലങ്ങളാണുള്ളത്. 2 തലങ്ങളാണുള്ളത്. 2 പ്ലെയിൻസുകളാണുള്ളത്. എ പ്ലെയിൻ മിറർ ടു റിഫ്ലക്റ്റ് സൺലൈറ്റ് ആൻഡ് എ കോൺകേവ് മിറർ ടു റിഫ്ലക്റ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ മിററാണ്, സമതല ദർപ്പണം. ഒരു പ്ലെയിൻ മിറർ. ആ പ്ലെയിൻ മിറർ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് സൺലൈറ്റ്, സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ളതാണ് പ്ലെയിൻ മിറർ. എ കോൺകേവ് മിറർ ടു റിഫ്ലക്റ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്.
കൃത്രിമ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് കോൺകേവ് മിറർ അതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മിററുകളാണുള്ളത്, എ പ്ലെയിൻ മിറർ ആൻഡ് എ കോൺകേവ് മിറർ. പ്ലെയിൻ മിറർ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. The lens in the condenser that is fixed on the lower side of the stage focus light on the material to be observed. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസർ, ആ കണ്ടൻസറിലെ ലെൻസ് എന്ത് ചെയ്യുന്നു? ആ കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷിക്കേണ്ട വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. ഡയഫ്രം എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ. കണ്ടൻസറിൻ്റെ ഒരു ഭാഗമായ ഡയഫ്രം ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഈ ഡയഫ്രത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത്, കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശത്തിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു, റെഗുലേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നോക്കിയേ. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? ഓക്കെ, നമ്മൾ അത് ഇൻഡിക്കേറ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ആ 2 ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സിലെ ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? ഒരു മൈക്രോസ്കോപ്പിൽ എന്തിനാണ് മിറർ ഫിക്സ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൈക്രോസ്കോപ്പിൽ മിറർ ഫിക്സ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പഠിച്ചു. മിറേഴ്സ് ആർ ഫിക്സഡ് ടു റിഫ്ലക്റ്റ് ദ ലൈറ്റ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ്. മിറേഴ്സ് ആർ ഫിക്സഡ് ടു റിഫ്ലക്റ്റ് ദ ലൈറ്റ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മിറേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡിൽ വെക്കുന്നത്? അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഗ്ലാസ് ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. ദ ഗ്ലാസ് ഈസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ലൈറ്റ് റേസ് പാസ് ത്രൂ ഇറ്റ്. ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ലൈറ്റ്, പ്രകാശരശ്മികൾ അതിൽ കൂടി കടന്നു പോകും. ആൻഡ് ലൈറ്റ് റേസ് പാസ് ത്രൂ ഇറ്റ്. The lens in the condenser can concentrate the light rays on the object only if the slide is transparent. സ്ലൈഡ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ മാത്രമേ കണ്ടൻസറിലെ ലെൻസിന് ഈ ലൈറ്റ് റേസിനെ ഒബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഗ്ലാസ് കൊണ്ട് സ്ലൈഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൽ കൂടെ പ്രകാശം കടന്നു പോകും. അപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലൈഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രകാശരശ്മികളെ ഈ നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്ലൈഡുകൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഉത്തരം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ചെറിയൊരു കോളമായിട്ട് തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അടുത്ത പഠിക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ പവറാണ്. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ് ആർ മാർക്ക്ഡ് ആസ് 10x ആൻഡ് 45x. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി, മലയാളത്തിൽ മാഗ്നിഫിക്കേഷൻ പവറിൻ്റെ മലയാള പദമെന്ന് പറയുന്നത് ആവർത്തന ശേഷി. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x,
45x എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സച്ച് മാർക്കിങ്സ് ക്യാൻ ബി സീൻ ഇൻ ഐ പീസ് 2. ഐ പീസുകളിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. The magnification power of a microscope is the result of multiplying the numbers seen in the objective lens and the eyepiece. ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ കണ്ടുപിടിക്കുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും ഉള്ള സംഖ്യകളുടെ ഗുണനഫലം പ്രോഡക്റ്റ് എടുത്തിട്ടാണ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച പോർഷൻസ് നമുക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു കുട്ടികൾക്കെല്ലാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച എന്താണ്? മൈക്രോസ്കോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിലെ ഓരോ പാർട്ട് പഠിച്ചു, പാർട്ടിൻ്റെ യൂസ് പഠിച്ചു. പിന്നെ ഈ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ ക്രമീകരണം എന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് മൈക്രോസ്കോപ്പിൽ മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. ഗ്ലാസ് സ്ലൈഡുകൾ എന്തുകൊണ്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു. പിന്നീട് നമ്മളൊരു ചെറിയ പോർഷനും കൂടെ പഠിച്ചു. മാഗ്നിഫിക്കേഷൻ പവർ എന്നാൽ എന്തെന്നും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്കിവിടെ നിർത്താം. ബാക്കി പോർഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്ക് ലൈക്ക് നൽകുക, നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ ബാക്കി പോർഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും നല്ലപോലെ പഠിക്കുക, മിടുക്കരായിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ടു ഓൾ.